കോട്ടയത്ത് പോയി ആമ്പൽ വസന്തം കാണാൻ പോയാലോ? മലരിക്കിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു റോഡിൻ്റെ ഒരു അഭാവം, നല്ല റോഡിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു എന്നൊരു പരാതി പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇനി ആ പരാതി മാറുകയാണ്. ഇതാ മനോഹരമായ റോഡ് തയ്യാറായിരിക്കുന്നു എന്നതാണ് മലരിക്കലിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. കോട്ടയം മലരിക്കൽ ആമ്പൽ വസന്തത്തിലേക്ക് പുതുവഴി തുറന്നു. കാഞ്ഞിരം മുതൽ മലരിക്കൽ വരെയുള്ള റോഡ് നവീകരണമാണ് പൂർത്തിയായത്. ടൂറിസത്തിന് ഉണർവേകുന്ന ഈ പാത മന്ത്രി വി.എൻ. വാസവൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ ഓരോ വർഷവും സഞ്ചാരികളുടെ തിരക്കാണ്. പലപ്പോഴും ഇവിടേക്കുള്ള വഴിയായിരുന്നു സഞ്ചാരികളെ ബുദ്ധിമുട്ടിച്ചിരുന്നത്. ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. 5 കോടിയിൽ പരം രൂപ വകയിരുത്തിയാണ് ആധുനിക നിലയിൽ റോഡിന്റെ നവീകരണം പൂർത്തിയായത്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ തിരുവാർപ്പ് പഞ്ചായത്ത് പ്രദേശത്ത് ഉൾക്കൊള്ളുന്നതാണ് മലരിക്കൽ ടൂറിസം പ്രോജക്റ്റ്. ആ മേഖലയിൽ കൂടി ഏറ്റവും മനോഹരമായൊരു പാത ഉണ്ടാവണമെന്ന ആശയം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നമ്മളത് ഏറ്റെടുക്കുകയും നബാർഡിൻ്റെ 5 കോടി രൂപ കിട്ടിയപ്പോൾ ആ റോഡിന് വേണ്ടി ഞങ്ങളത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നബാർഡ് സഹായത്തോടു കൂടി ഇപ്പോൾ 5 കോടി പരം രൂപ മുടക്കി BMC നിലവാരത്തിൽ മനോഹരമായി ആ റോഡ് ചെയ്തു തീർത്തു. ഈ വരുന്ന 31-ാം തീയതി സായാഹ്നത്തിൽ അത് ഉദ്ഘാടനത്തിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ പാത മേഖലയുടെ ടൂറിസം വികസനത്തിന് ഊർജം പകരുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. തിരുവാർപ്പ് യഥാർത്ഥത്തിൽ പാടശേഖര മേഖലയെ ബന്ധപ്പെട്ട് കിടക്കുന്ന, മുമ്പ് വികസനം എത്തി നോക്കാതിരുന്ന ആ പ്രദേശത്തെല്ലാം വികസനം വന്ന് അവിടെ പാലമായി, അതോടൊപ്പം റോഡായി, ഒപ്പം പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിക്കപ്പെട്ടു, അവിടുത്തെ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പുരോഗതി ആ മേഖലയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പൊതു സാഹചര്യം നിലവിലുണ്ട്. ഇനി ഭാവിയിലും ആ മേഖലയിൽ ടൂറിസം വികസന സാധ്യതകൾ വിപുലീകരിക്കപ്പെട്ടു വരികയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി.എൻ. വാസവൻ നവീകരിച്ച റോഡ് നാടിന് സമർപ്പിക്കും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം. അപ്പോൾ നാടുമാറട്ടെ, മനോഹരമായ കാഴ്ചകൾ ഇനിയും ഇങ്ങനെ നമ്മുടെ മുൻപിലേക്ക് എത്തട്ടെ. ഏതായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഈ മലരിക്കിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. ഒന്ന് പോകണം അവിടെ. ആമ്പൽ വസന്തത്തിൻ്റെ സമയത്ത് മനോഹരമായ കാഴ്ചയാണ്. ആമ്പൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ, അതിന് നടുവിലൂടെ നമുക്ക് ചെറു കൊതുമ്പ് വള്ളങ്ങളിൽ അതിൻ്റെ അരികിലൂടെ പോയി ആ പൂക്കളെ തൊട്ട് തലോടി നമുക്ക് മടങ്ങിയെത്താം. നല്ല രസമുള്ളൊരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ മനുഷ്യർക്ക് അതൊരു വരുമാന മാർഗമാണ്. അതിനോടൊപ്പം തന്നെ ഒരു നാടിൻ്റെ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ആ പാടത്ത് നിന്നാണ്, ആമ്പൽ പാടത്തു നിന്നാണ് വലിയ മാറ്റങ്ങൾക്ക് അവിടെ തുടക്കം കുറിച്ചത്. ഇന്ന് മനോഹരമായ റോഡുകളായി കഴിഞ്ഞിരിക്കുന്നു, മനോഹരമായ പാലങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു ചെറിയ പഞ്ചായത്തായിരുന്ന, തിരുവാർപ്പിലെ ഒരു ചെറിയ ഇടമായിരുന്ന മലരിക്കൽ ഇന്ന് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു.